ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാനെ തേച്ച് ഭിത്തിയിലൊട്ടിച്ചു ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് എല്ലാം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മീഡിയയിൽ കാണിക്കില്ല. പ്രത്യേകിച്ചും മലയാള മീഡിയസിലെല്ലാം തന്നെ ഇത് കാണിച്ച ചാനലുകൾ വളരെ ചുരുക്കം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അത്രമാത്രം വലിയ കാര്യമാണ് ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ UN ജനറൽ അസംബ്ലി അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, അതായത് UN മെമ്പർ ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളും അവിടെ പോയി അവർ റെപ്രസെന്റ് ചെയ്ത് അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ സംസാരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സംസാരിക്കുകയാണെങ്കിൽ അതിനുള്ള റിപ്ലൈ ഇന്ത്യൻ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് UN ജനറൽ അസംബ്ലി. അപ്പോൾ ഈ ഒരു ജനറൽ അസംബ്ലിയിൽ, അതായത് പാകിസ്ഥാനും തുർക്കിന്റെയും ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ഇന്ത്യനെയും അതുപോലെ തന്നെ ഇന്ത്യന്റെയും ജമ്മു കാശ്മീരിനെയും എങ്ങനെയും വലിച്ചു കൊണ്ടുവന്ന് അതൊരു വലിയ പ്രശ്നമാക്കണം. പക്ഷെ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടെന്ന് വേണേൽ പറയാം, അതായത് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇത് ആദ്യത്തെ വട്ടമാണ് തുർക്കി ഇന്ത്യനെ കുറിച്ച് ഒരു അക്ഷരം ഈ ഒരു മീറ്റിംഗിൽ സംസാരിക്കുന്നത്. ഇതും വലിയൊരു ചർച്ചാ വിഷയമായി മാറിയതാണ്. അപ്പോഴാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും നടക്കുന്ന ആ ഒരു കോമൺ കാര്യം നടന്നത്. അതായത് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരും അറിഞ്ഞാലും അത് വളരെ സെക്യൂരിറ്റി എല്ലാം കൊടുത്ത് ഇപ്പോൾ അതായത് മൂന്നാമത്തെ ഘട്ട ഇലക്ഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് അതായത് പാകിസ്ഥാൻ UN ജനറൽ അസംബ്ലിയിൽ ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് നന്നായില്ല, അത് ജമ്മു കാശ്മീരിലുള്ള ജനങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇതിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രശ്നമെല്ലാം തന്നെ പാകിസ്ഥാനും ഇനി ഇന്ത്യയും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് രണ്ട് ഗവൺമെന്റും ഒരുമിച്ച് തീരുമാനമെടുക്കണമെന്ന്. അപ്പോൾ ഇന്ത്യന്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഉമർ അബ്ദുള്ള, അതായത് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ഉമർ അബ്ദുള്ളയുടെ ആവശ്യം എന്താണ്? അതായത് ഇതേ ജമ്മു കാശ്മീരിൽ 370 എടുത്തു കളഞ്ഞ് ആ 370 തിരിച്ചു കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഉമർ അബ്ദുള്ളയുടെ പാർട്ടിയിലൂടെ സഖ്യകക്ഷി ആരാന്ന് വെച്ചാൽ ഇതേ കോൺഗ്രസും ഇതേ ഇന്ത്യ അലയൻസും. അപ്പോൾ ഇവരെ ഉള്ളിൽ ഇവർക്കാണ് ആവശ്യം, അതായത് കോൺഗ്രസിനും അതുപോലെ തന്നെ ഉമർ അബ്ദുള്ളയ്ക്കെല്ലാം തന്നെ അതായത് ഈ ആർട്ടിക്കിൾ 370 കൊണ്ടുവരണമെന്ന്. പുറത്ത് പാകിസ്ഥാന്റെ ആവശ്യം ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് UN ജനറൽ അസംബ്ലി പ്രൈം മിനിസ്റ്ററായ ഷഹബാസ് ഷെരീഫ് ഒരു സ്പീച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതിന് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൊടുത്ത റിപ്ലൈ കേട്ട് അതായത് അറബ് രാജ്യങ്ങൾ മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൈകൊട്ടിച്ചിരിക്കുകയായിരുന്നു. കാരണം അത്രമാത്രം തഗ് ലൈഫായ റിപ്ലൈ ആണ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇന്ത്യയുടെ സീനിയർ ഡിപ്ലോമാറ്റ്സ് ആയ ഭവ്യ മംഗളനാഥൻ എന്ന് പറയുന്ന ആ ഒരു മാഡമാണ് ഇതിന് കംപ്ലീറ്റ് ആയിട്ടും റിപ്ലൈ കൊടുത്തത്. അപ്പോൾ ഒരു 10 പോയിന്റ് ആണ് പ്രധാനമായും എടുത്തു പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അതായത് കംപ്ലീറ്റ്ലി ആർമി ഭരണം, അതായത് മിലിറ്ററി ഭരണം നടക്കുന്ന ഒരു രാജ്യം, ഡ്രഗ്സ്, ക്രൈം ഇതെല്ലാം തന്നെ കൂടുതലുള്ള രാജ്യം, അതുപോലെ തന്നെ ടെററിസ്റ്റുകളെ എങ്ങനെ വളർത്തി മറ്റൊരു രാജ്യത്തിനെ തകർക്കാം എന്ന് പറയുന്ന ഒരു രാജ്യം, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും അതായത് വലിയ ഡെമോക്രസിയായ രാജ്യമായ ഇന്ത്യനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം തന്നെ. ഇതിൽ തന്നെ പാകിസ്ഥാൻ ഓഫായി എന്ന് പറയാം. രണ്ടാമത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? അതായത് തക്കം കിട്ടി കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലോട്ടും പഞ്ചാബിലോട്ടും ടെററിസ്റ്റുകളെ വളർത്തി അങ്ങോട്ട് ക്രോസ് ബോർഡർ ടെററിസം ചെയ്യുന്ന ഇതേ രാജ്യം തന്നെയാണ്. ഇവിടെ പീസ് ഇല്ല, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ് അല്ലറി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണ് ഉള്ളത് എന്നാണ് ചോദിച്ചത്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇതേ ജമ്മു കാശ്മീരിൽ വന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ പൈസ കൊടുത്തും അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവിടുത്തെ ഗവൺമെന്റിനെതിരെ സംസാരിക്കാനും അതുപോലെ തന്നെ വയലൻസ് ക്രിയേറ്റ് ചെയ്തും അതുപോലെ തന്നെ അതായത് പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീരിലെ അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അവിടെയുള്ള ടെമ്പിൾസും അതുപോലെ തന്നെ ഇത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പിരിഞ്ഞു പോകുമ്പോൾ അതായത് കൂടുതലും അതായത് മൈനോറിറ്റീസ് ആയ ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യൻസും സിഖ് വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ 99% ഏകദേശം അതായത് ഫുൾ ആയിട്ട് മുസ്ലിംസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതായത് അന്നുണ്ടായിരുന്ന മൈനോറിറ്റീസ് എല്ലാം എന്തായെന്ന് പോലും അറിയാതെ അവരെല്ലാം തന്നെ കൊന്നുകളഞ്ഞ് മൈനോറിറ്റീസ് ഇല്ലാണ്ടാക്കിയ ഇതേ പാകിസ്ഥാനാണ് ഇപ്പോൾ മൈനോറിറ്റീസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും മറ്റൊരു രാജ്യത്തിനെ കുറിച്ച് അതായത് പണ്ടുണ്ടായിരുന്നേക്കാട്ടിലും കൂടുതൽ മൈനോറിറ്റീസ് ആയി വളർന്ന ഒരു രാജ്യത്ത് ഒരു പ്രശ്നമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് പാകിസ്ഥാനിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്കറിയാം അതായത് അതിന്റെ റിസൾട്ട് ഒന്നേ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഇലക്ഷൻ വരെയായിരിക്കും നടക്കില്ല. എങ്ങനെയാണെങ്കിലും അതായത് ഇലക്ഷന് മുമ്പ് തന്നെ ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ എന്ന് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കറിയാം. വെറുതെ വോട്ട് ചെയ്യാന്നുള്ളൂ, അതായത് എതിർ സ്ഥാനാർത്ഥിക്കെല്ലാം. പക്ഷെ ആരാണ് പ്രധാനമന്ത്രി എന്ന് ഓൾറെഡി അവിടുത്തെ ഗവൺമെന്റും അതുപോലെ തന്നെ ആർമിയും ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു രീതിയിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ നടക്കുന്ന ആ ഒരു രാജ്യമാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ സമാധാനപരമായി ഇലക്ഷൻ നടക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ കൊണ്ട് വലിച്ചു കൊണ്ടുവന്ന് അതിലൂടെ എങ്ങനെയും ഒരു പ്രശ്നം കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇപ്പോൾ ടെററിസ്റ്റിനെ അയക്കാൻ ശ്രമിച്ചിട്ടും അത് നടക്കാൻ പറ്റാത്തപ്പോൾ എങ്ങനെയും ഈ ഒരു ഇലക്ഷൻ നിർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞതാണ് ഓരോ ഹൈലൈറ്റ്.
അതായത് ഇങ്ങനെയെല്ലാം നടക്കുന്ന ഈ ഒരു തീവ്രവാദികൾ, അതായത് തീവ്രവാദം മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു രാജ്യവുമായിട്ട് സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഡിസ്കസ് ചെയ്യാൻ, അതായത് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചലച്ചുകൊണ്ടിരിക്കാം, പിന്നെ ഇത് അവസാനമായി കിട്ടുന്ന ഒരു റിപ്ലൈ എന്ന് പറഞ്ഞ് മറ്റൊരു റിപ്ലൈ കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് ഇനി നിങ്ങളുടെ ആക്ഷൻ, അതായത് ഇനി നിങ്ങൾ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുന്നതിൽ ഇൻഎവിക്റ്റബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തിരിച്ച് ഞങ്ങൾ തരുന്നത് തീർച്ചയായിട്ടും കിട്ടും, അതായത് ഇനി ഞങ്ങൾ മാറി നിൽക്കില്ല. അതുപോലെ തന്നെ മറ്റ് 2 ഇമ്പോർട്ടന്റ് പോയിന്റും കൂടെ ഹൈലൈറ്റ് ചെയ്ത് ഭവ്യ എന്ന് പറയുന്ന ആ മാഡം പറഞ്ഞിരിക്കുന്നു. അതായത് 1977 അതായത് UN തന്നെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ജനസൈഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം പാകിസ്ഥാനാണ് സംഭവിച്ചത്. അതായത് പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീർ, അതുപോലെ തന്നെ മറ്റ് സ്ഥലത്തെല്ലാം തന്നെ. അതുപോലെ തന്നെ മൈനോറിറ്റീസിനെ ഇല്ലാണ്ടാക്കിയ രാജ്യവും ഇതേ പാകിസ്ഥാൻ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ അങ്ങനെ എല്ലാം നശിപ്പിച്ചു. ഇനി അവിടെ മൈനോറിറ്റീസ് എന്ന് പറയാൻ തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യമാണ് അതായത് ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ഇവിടെ മൈനോറിറ്റീസിനെ കുറിച്ച് പ്രശ്നമില്ല. അതുപോലെ തന്നെ ഒസാമ ബിൻ ലാഡൻ തുടങ്ങിയ തീവ്രവാദികളെ കുറിച്ചും, അതുപോലെ തന്നെ ഈ ലോകത്തുള്ള തീവ്രവാദി സംഘടനയെ കുറിച്ചും, അതുപോലെ തന്നെ ഈ ലോകത്തുള്ള തീവ്രവാദി സംഘടനയെയും ആരാധിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ ജനങ്ങളെ കുറിച്ചും സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ കുറിച്ച് എന്താണ് ഞങ്ങൾ തിരിച്ചു പറയേണ്ടത്? ഞങ്ങൾക്കെതിരെ ഇനി എന്തെങ്കിലും മാന്താൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ശക്തമായി തിരിച്ചടിക്കും എന്നാണ് ഉറച്ചു പറഞ്ഞിരിക്കുന്നത്.